മൂവാറ്റുപുഴ തേനി ഹൈവേയിൽ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും നന്നാക്കാൻ നടപടിയില്ല. കല്ലൂർക്കാട് ഭാഗത്താണ് വലിയ തോതിൽ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞത്. ഈ ഭാഗം വീപ്പുകൾ കൊണ്ട് വേർതിരിച്ച് ഗതാഗതം ഒരു വശത്തുകൂടെ മാത്രം പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. മൂവാറ്റുപുഴ തേനി ഹൈവേയിൽ കല്ലൂർക്കാട് ഭാഗത്താണ് റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞത്. മാസങ്ങൾക്ക് മുൻപ് പെയ്ത അതിശക്തമായ മഴയിലാണ് റോഡ് ഭാഗം ഇടിഞ്ഞു വീണത്. നേത്രകാന്തി കണ്ണാശുപത്രിക്ക് സമീപം സംരക്ഷണ ഭിത്തിയും ചേർന്നുള്ള റോഡിന്റെ ഭാഗവും ഇടിഞ്ഞ് താഴേക്ക് പതിക്കുകയായിരുന്നു. വീപ്പകൾ സ്ഥാപിച്ച് ഈ ഭാഗം ഇപ്പോൾ KSTP വേർതിരിച്ചിട്ടിരിക്കുകയാണ്. വെള്ളമിറങ്ങി കൂടുതൽ ഭാഗം ഇടിഞ്ഞു വീഴാതിരിക്കുന്നതിനു വേണ്ടി ടാർപോളിൽ ഉപയോഗിച്ച് റോഡ് മൂടിയിട്ടുമുണ്ട്. റോഡിന്റെ പകുതി ഭാഗത്ത് മാത്രമാണ് ഇവിടെ ഗതാഗതം അനുവദിച്ചിട്ടുള്ളത്. വാഹനാപകടങ്ങൾ പതിവായിട്ടുള്ള പ്രദേശമാണിത്. ഹൈവേയുടെ ഇരുവശങ്ങളിൽ നിന്നും അതിവേഗത്തിൽ പാഞ്ഞു വരുന്ന വാഹനങ്ങൾ ഒരു വശത്തേക്ക് മാറി പരസ്പരം കടന്നുപോകുന്നത് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്താമെന്ന ആശങ്ക ശക്തമാണ്. തകർന്ന റോഡ് ഭാഗം അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്ന് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഇപ്പോൾ കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗവുമായ പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ ആവശ്യപ്പെട്ടു. നിർമ്മാണത്തിലെ വീഴ്ചകൾ സംബന്ധിച്ച ആരോപണങ്ങൾ ശരിവെക്കുന്ന സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ റോഡിന്റെ പണി ഒരിക്കലും ശാസ്ത്രീയമായിട്ടല്ല നടത്തിയിട്ടുള്ളത്. പൊതുമരാമത്ത് വകുപ്പിലെ ഒരു റിട്ടയർഡ് എന്നോട് പറയുകയുണ്ടായി, KSTP എടുത്ത വർക്കുകളിൽ ഏറ്റവും മോശപ്പെട്ട വർക്കായിട്ട് ഇതെല്ലാ കാലവും അറിയപ്പെടും എന്ന് പറയുകയുണ്ടായി. അത് അന്വർത്ഥമാകുന്ന രീതിയിലുള്ള അപകടങ്ങളാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നിനു പുറകെ ഒന്നായി ദിവസം പ്രതി അപകടങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന്മേൽ അധികാരികൾ അടിയന്തര ശ്രദ്ധ പതിപ്പിച്ച് ഇതിന് പരിഹാരമുണ്ടാക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങൾക്കറിയാം, 85 കോടി രൂപയ്ക്കാണ് ഈ ഒരു റോഡിൻ്റെ അറ്റകുറ്റപ്പണിക്കായിട്ട് സർക്കാർ ആദ്യം തീരുമാനമെടുത്തത്. അത് വെള്ളപ്പൊക്ക ദുരിതാശ്വാസ നിധി 2018 വെള്ളപ്പൊക്കത്തിൻ്റെ കാരണം പറഞ്ഞ് ആ പേരിൽ വന്ന ഫണ്ട് ഈ റോഡിലേക്ക് കൊണ്ട് ചിലവാക്കുക. ഇതിൽ എത്രയോ ഭേദമായിരുന്നു ഈ പറയുന്ന ഫണ്ട് നമ്മുടെ നീറമ്പുഴ മുതൽ അങ്ങ് പെരുമാങ്കണ്ടം വരെയുള്ള കല്ലൂർ വഴിക്കത് ചിലവാക്കിയിരുന്നുവെങ്കിൽ. ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ആ റോഡിന് വീതിയില്ലാതെ ഇപ്പോഴും വലിയ ബുദ്ധിമുട്ടിലാണ് യാത്ര അതിലൂടെ ഇപ്പോൾ നടക്കുന്നത്. കാര്യം പറഞ്ഞാൽ ഊന്നുകൽ ബംഗളൂർ ഹൈവേ ആ വഴിക്കുണ്ടെങ്കിൽ പോലും എന്തായാലും അധികാരികൾ എത്രയും പെട്ടെന്ന് ഇക്കാര്യത്തിൽ അടിയന്തര ശ്രദ്ധ പതിപ്പിച്ച് ഇതിന്മേൽ അറ്റകുറ്റപ്പണി നടത്തി ഇവിടുന്ന് സംരക്ഷണ ഭിത്തി കെട്ടി ഇത് വീണ്ടും പുനരുദ്ധരിക്കേണ്ട ആവശ്യമുണ്ട്. സംരക്ഷണ ഭിത്തി കെട്ടിയ കാര്യം പറഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. റോഡിൻ്റെ ഉപരിതലത്തിൽ വെച്ചാണ് സംരക്ഷണ ഭിത്തി കിട്ടിയത്. ഇത്രയും അഗാധമായ താഴ്ചയുള്ള സ്ഥലത്ത് താഴെയുന്നേ കെട്ടിക്കാറുണ്ടായിരുന്നു. അതൊന്നും KSTP ചെയ്തില്ല. അവർക്ക് തോന്നിയ പാട് അവർ ജോലി ചെയ്തു. അവർ തോന്നിയ പാട് ജോലി ചെയ്തിട്ട് അവർ പോയി. കാരണം കേരള പൊതുമരാമത്ത് വകുപ്പിലെ ഒരൊറ്റ ഉദ്യോഗസ്ഥനെയും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈ എഞ്ചിനീയർമാരെ ആരെയും ഈ ഗ്രൂപ്പിൽ പെടുത്തിയിരുന്നില്ല. അത് കാണണമെങ്കിൽ നമ്മൾ ബോഡിമെട്ട് റോഡ് പോയി നോക്കണം. കേരള പൊതുമരാമത്തിൻ്റെ എഞ്ചിനീയേഴ്സിൻ്റെ സൃഷ്ടിയാണ്. അതിന് വിരുദ്ധമായിട്ട് KSTPയിലെ ജൂനിയർ എഞ്ചിനീയേഴ്സിനെയും അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടുള്ള എഞ്ചിനീയേഴ്സിനെയൊക്കെ വെച്ചുകൊണ്ട് ഇപ്രകാരമുള്ള ഒരു സംഭവത്തിലേക്ക് അവർ ഇത്രയും വലിയ പ്രോജക്റ്റിലേക്ക് ഇറക്കിയപ്പോൾ തന്നെ ഇതിൻ്റെ പണികളുടെ ഒരവസ്ഥ ഇങ്ങനെയൊക്കെ എത്തുള്ളൂ എന്ന് തുടക്കത്തിലെ തന്നെ നാം പ്രതീക്ഷിച്ച പോലെ തന്നെ സംഭവിച്ചു. മൂവാറ്റുപുഴ മുതൽ കുമാരമംഗലം വരെയാണ് ഹൈവേയുടെ നിർമ്മാണം പൂർത്തിയായിട്ടുള്ളത്. റോഡിലൂടെ ഇപ്പോൾ ബസ് ഗതാഗതം വരെയുണ്ട്. ഒട്ടനവധി വാഹനങ്ങളാണ് ഈ റോഡിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതും. അപകട സാധ്യത ഒഴിവാക്കി ഗതാഗതം സുഗമമാക്കുന്നതിനുള്ള ഉത്തരവാദിത്തം അധികൃതർക്കുണ്ട്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.